പെണ്ണെ. നീ ഉമ്മച്ചി കാണാതെ കണക്ക് ബുക്കിന്റെ പേജിൽ എനിക്ക് എഴുതി കൊടുത്തയച്ച അവസാനത്തെ കത്തിലും ഡിസംബറുകളിൽ മാത്രം കാപ്പി പൂത്ത മണമുണ്ടാകും. ആർക്കെങ്കിലും കളഞ്ഞു കിട്ടിയാൽ എനിക്കെന്ന് ഒരടയാളം പോലും വയ്ക്കാത്ത അക്ഷരങ്ങൾക്ക് മേൽ വയനാടൻ മഞ്ഞിന്റെ തണുപ്പരിക്കും. ഓരോ വരിയും എന്റെ കാഴ്ച തേടി വരുമ്പോ വിരൽ കോച്ചി പിടിക്കും. ഉടുപ്പൂരിയാൽ എന്ന പോലെ ഞാൻ വിറയ്ക്കും. തൊലിക്കുമേൽ തണുപ്പ് തിണർക്കും. ഓരോ പേജിലും നിന്റെ പടർപ്പ്, ഇടർച്ച. കത്ത് സമയം തെറ്റിയത് ഓർത്തു കിടന്ന എന്റെ അടുത്തേക്ക് അമ്മ നീട്ടിത്തന്ന പത്രപ്പേജിലും നിന്റെ തണുപ്പുണ്ടായിരുന്നു. പുറത്തേക്കുള്ള വാതിൽ വരെ ഏന്തി എത്തുമ്പോഴും ചുറ്റിലും കാപ്പി പൂത്തതിലാണ് കാഴ്ച തെറ്റി ഞാൻ വീണത്. കാലിൽ നിറയെ വെളുത്ത പൂമ്പൊടി. സൈനബ, എന്നെ കാണുമെന്ന് വാക്കു തന്നിട്ട് നീ എന്തിനാണ് അയാൾക്കൊപ്പം ചിരിച്ചിറങ്ങിയത്? അയാൾ തെറ്റിക്കാണിച്ച വഴിയിലേക്ക് നീ എന്തിനാണ് കയറിപ്പോയത്? നിന്റെ തുടയയാൽ കുത്തി തുളച്ചപ്പോൾ കാപ്പി വേരുകൾക്കിടയിലൂടെ ഊർന്നു രണ്ട് നീ ഓടിപ്പോരാതിരുന്നത് എന്താവും? തൊലി പൊളിഞ്ഞു, പൂ ചതഞ്ഞു, പൂമണം പോയപ്പോഴും നിനക്ക് തൊണ്ട അനങ്ങി കാണും. നിനക്ക് ദാഹിച്ചോ കുഞ്ഞ്? കാപ്പിത്തോട്ടം മുഴുക്കെ അലറിപ്പാഞ്ഞ ഉമ്മയുടെ ഒച്ച നീ കേട്ടിരുന്നു? ഉണ്ടാവും. ഒറ്റ വിളിയിൽ ഏത് കരയെന്നും നീ എന്തുമ്മാന്ന് നീട്ടി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൈനു, കാപ്പി പൂത്തിരിക്കുന്നു. കത്തില് നിറയെ പൂമ്പൊടി. പോസ്റ്റ് ചെയ്യാനോ കൊടുത്തുവിടാനോ കഴിയാതെ നിസ്സഹായമായി പോയ ഒടുവിലത്തെ കത്തിൽ ഒരൊറ്റ വരി ഞാൻ എഴുതിയിട്ടുണ്ട്. നീ ആ മുടങ്ങനെ ഉപ്പാന്ന് വിളിക്കണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ സൈഡ് ബെഞ്ചിലെ ചൂട് ഓർമ്മയിൽ നിന്നിറങ്ങി